ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഒരു വേറിട്ട ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എന്നോടൊപ്പം നിൽക്കും എന്ന് ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് നിങ്ങളെ മുമ്പിൽ വെക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി വിഭാഗം സ്വതന്ത്ര തൊഴിലാളി കൂടി നെസ്റ്റീവിൻ്റെ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ നെസ്റ്റീവിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ വിഷയം എന്തെന്ന് വെച്ചാൽ, അധികാരമില്ലാത്ത 10 വർഷം എന്നുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. വളരെ കൃത്യമായി തന്നെ ഈ ഒരു കാലയളവിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് നീണ്ട 10 വർഷം ഈ ഒരു കാലയളവ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കാലയളവ് ഭരണസിരാ കേന്ദ്രത്തിൽ ഇല്ലാത്ത ഒരു കാലയളവാണ്. അപ്പോൾ മുസ്ലിം ലീഗിനത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിനത് പോസിറ്റീവ് എനർജി നൽകിയോ എന്നുള്ളതാണ്, അതോ നെഗറ്റീവായോ എന്നുള്ളതാണ് ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു നീണ്ട 10 വർഷക്കാലം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഒന്ന് ഉടച്ചു വാർത്തെടുക്കുവാൻ, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംഘടനാ സംവിധാനത്തിൽ ഒരു മുന്നിലേക്കുള്ളൊരു പ്രയാണത്തിൽ ഒരു ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കാൻ പാർട്ടിക്ക് ഏറ്റവും മികവുറ്റ ഒരു സംഘാടക മികവ് നൽകി ഒരുപാട് മേഖലയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ഈ ഒരു കാലയളവിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജി നൽകിയെന്നാണ് എന്നെപ്പോലുള്ള ഒരു സംഘാടകനെ, ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ, നീണ്ട 75 വർഷം തികയുന്ന 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം, മുസ്ലിം ലീഗ് ഉത്ഭവിച്ച, മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപനം നടത്തിയ, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പ്രഖ്യാപിച്ച മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് 1948 മാർച്ച് 10 മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പ്രഖ്യാപിച്ച അതേ രാജാജി ഹാളിൽ വെച്ച് നീണ്ട 75 വർഷം തികയുമ്പോൾ 75ാം വാർഷികം ആഘോഷിക്കാൻ ചെന്നൈയിലെ അതേ രാജാജി ഹാള് അതിന് വേദി ഒരുങ്ങി എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവമാണ്. ആ ഒരു സംഭവത്തിൽ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ ആ ഒരു പരിപാടിയിലൊരു ബിന്ദുവായി പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ നമുക്ക് മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു സുദിനമായിരുന്നു. വളരെ കൃത്യതയോടുകൂടെ തന്നെ അതിൻ്റെ ഒരു ആരവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ചെന്നൈയിലേക്ക് നമ്മൾ പോകണമോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രസ്ഥാനത്തിൻ്റെ പല നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ ചെന്നൈയിലേക്ക് ആവേശത്തോടെ പോകുമ്പോൾ ഒരു നിമിഷ നേരം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചത്. ഒലവക്കോട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ചെന്നൈ കോടമ്പാക്കം YMC ഗ്രൗണ്ടിൽ നടന്ന 10,000-കണക്കിന് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ മുന്നണി പോരാളികൾ, 10,000-കണക്കിന് സഹോദരിമാരും ഒക്കെ സഹോദരന്മാരും ഒഴുകിയെത്തിയ ചെന്നൈ YMC
കൊട്ടവാക്കം ഗ്രൗണ്ടിൽ നടന്ന ഒരു വലിയ ദേശീയ സമ്മേളനം ഇന്നും എൻ്റെ മനസ്സിൽ വളരെ സന്തോഷത്തോടു കൂടെ ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് ആ ഒരു പരിപാടി സംബന്ധിച്ചത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. അതോടൊപ്പം തന്നെ 1948 മാർച്ച് 10 മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രഖ്യാപനം നടത്തിയ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഖബറിടം സന്ദർശിക്കാനും അവിടെ സിയാറത്ത് നടത്താനും അതോടൊപ്പം തന്നെ ആ വെള്ളിയാഴ്ച ആ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ആ വെള്ളിയാഴ്ചയിൽ ആ ഒരു പള്ളിയിൽ ജുമ നമസ്കരിക്കാനും ആ ജുമാക്ക് മുമ്പായി പ്രാർത്ഥനയിൽ ഈ ഖായിദെ മില്ലത്തിനെ കുറിച്ചും മറ്റുള്ളതൊക്കെ അവിടെ പ്രസംഗത്തിൽ അവിടുത്തെ ഖത്തീബ് പ്രസംഗിച്ചതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ആ കോടമ്പാക്കം ഗ്രൗണ്ട് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് 10,000-കണക്കിന് സ്ത്രീകൾ പർദ്ദയും ബുർക്കയും അണിഞ്ഞ് വളരെ ഇസ്ലാമിക രീതിയിൽ വളരെ ചിട്ടവട്ടത്തോടു കൂടി 10,000-കണക്കിന് സ്ത്രീകളാണ് ആ ഒരു കോടമ്പാക്കം ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തിയത്. തമിഴ്നാട്ടിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സമ്മേളനമാണ് അന്ന് നടന്നത് എന്നൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളൊക്കെ വിലയിരുത്തി. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ സമ്മേളനം, ബഹുമാന്യനായ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ പങ്കെടുത്ത വലിയ വേദി, അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം സമ്മാനിച്ച ഒരു ദിനമായിരുന്നു അന്ന്. ഒന്നാമത് എനിക്ക് പറയാനുള്ള വിഷയം മുസ്ലിം ലീഗിൻ്റെ ആ ഒരു 10 വർഷത്തെ ഭരണം ഇല്ലാത്തൊരു കാലം എന്നതിനെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി. ഇതൊക്കെ നേരിട്ട് ഞാൻ പങ്കെടുത്തൊരു പരിപാടി എന്നുള്ള നിലക്കാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെയുള്ള പരിപാടികൾ, അപ്പോഴേക്കും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് പിന്നീടുള്ള ഓരോ പടവുകൾ, ജീവകാരുണ്യ പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ മുഖമുദ്ര എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇവിടെ മുസ്ലിം ലീഗ് പിന്നെ ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ വയനാട്ടിൽ നടന്ന മേപ്പാടി, അതുപോലെ തന്നെ അവിടെ നടന്ന വലിയ ദുരന്തം, ആ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് താങ്ങും തണലുമായി അവിടെ എത്തിയത് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് എന്നുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ, ആയിരക്കണക്കിന് വൈറ്റ് ഗാർഡുകളുടെ നിസ്സീമമായ പ്രവർത്തനമാണ് അവിടെ നമ്മൾ കണ്ടത്. വയനാട്ടിൽ നടന്ന ഒരു ദുരന്തത്തിൽ പാഞ്ഞെത്തി അവിടെ സർവ്വസന്നാഹവും ഒരുക്കി അവിടെ എല്ലാ മേഖലയിലും അവിടെ ഗവൺമെൻറ് തലത്തിലും മറ്റു മേഖലയിലും ഒക്കെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അവരോടൊപ്പം ചുക്കാൻ പിടിക്കാൻ നേതൃത്വം നൽകിയത് വൈറ്റ് ഗാർഡായിരുന്നു. അവിടെ ആ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മറ്റ് പൊതുസംഘടനകളും വ്യാപാര സമൂഹവും ഒക്കെ ഇതോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്. എങ്കിൽ കൂടി അവിടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കൃത്യമായും അവിടെ ദുരിതം അനുഭവിച്ചവർക്ക്, അവിടെ മരണപ്പെട്ടവരെ അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിലും അതുപോലെ തന്നെ ആ പരിക്ക് പറ്റിയവർക്ക് വൈദ്യസഹായം നൽകുന്നതിലും എല്ലാ മേഖലയിലും അവിടെ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ മുഖമുദ്രയാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ വയനാട്ടിൽ നടന്ന, മേപ്പാടിയിലും മറ്റും നടന്ന ആ ദുരിതത്തിലകപ്പെട്ടവരെ താങ്ങും തണലുമായി ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നത്. അതോടൊപ്പം തന്നെ അവിടെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടമൊരുക്കാൻ വളരെ കൃത്യമായി തന്നെ ആ ഒരു പാർപ്പിട സമുച്ചയത്തിൻ്റെ കുറ്റിയടിക്കൽ കർമ്മത്തിന് പങ്കെടുത്തു എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നേർക്കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ മേപ്പാടിയിൽ നടന്ന ദുരന്തം കഴിഞ്ഞ് ആ ദുരന്തം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ മേപ്പാടി ജുമാ മസ്ജിദിൽ അവിടെ എത്താനും അവിടെ മരണമടഞ്ഞവരെ ഖബറിടത്തിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു കാര്യങ്ങളും അവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലുള്ള സ്കൂളിൽ ഒരുക്കിയ ക്യാമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടൊരു വ്യക്തി എന്നുള്ള നിലക്ക് അവിടെ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വൈറ്റ് ഗാർഡ് മുന്നിട്ട് നിന്നു എന്നുള്ളത് എടുത്തു പറയാവുന്ന
ഒരു വിഷയമാണ്. ഏതായാലും അത് കഴിഞ്ഞ് അവിടെ ആയിരക്കണക്കിന് വൈറ്റ് ഗാർഡുകളുടെ പ്രവർത്തനം അവിടെ മാസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയത്. അത് കഴിഞ്ഞ് അവർക്ക് താങ്ങും തണലുമായി അവർക്ക് ഒരു കിടക്കാൻ കൂരയൊരുക്കുന്നതിൻ്റെ ഭാഗമായി 104 വീടുകളുടെ കുറ്റിയടുക്കൽ കർമ്മത്തിന് വയനാട് മേപ്പാടിയിൽ ആ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ കൂടി എനിക്ക് സാധിച്ചു എന്നുള്ളത് അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലക്ക് ആ 104 വീടുകൾ കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ ഒരു കാലയളവിൽ മുസ്ലിം ലീഗ് നടത്തിയത്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നീണ്ട 77 വർഷങ്ങൾക്കപ്പുറം മുസ്ലിം ലീഗിന് ദേശീയ തലത്തിൽ ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് അത് സാധ്യമായത് ഈ കാലയളവിലാണ്. വളരെ കൃത്യതയോടുകൂടെ തന്നെ ഡൽഹിയിലെ ഡാരിയാഗഞ്ചിലെ ആ ഒരു ബഹുനില കെട്ടിടം, വലിയ ഒരു ബഹുനില കെട്ടിടമാണ് മുസ്ലിം ലീഗ് ആസ്ഥാനമായി ഓഫീസായി അവിടെ റിനോവേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മുസ്ലിം ലീഗിനൊരു ആസ്ഥാന മന്ദിരം വന്നത് ഈ കാലയളവിലാണ്. ഡൽഹിയിലെ ഭരണസിരാ കേന്ദ്രം ഉതകുന്ന എല്ലാവരുടെയും കാൽപാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഡൽഹി, നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് നയിച്ച മുൻ രാജാക്കന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ ഭരിച്ച മുഴുവൻ നേതാക്കളും ഒക്കെ അവരുടെയൊക്കെ കാൽപാദം കൊണ്ട് അനുഗ്രഹീതമായ ഡൽഹിയുടെ മണ്ണിൽ ദാരിയാഗഞ്ചിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആ ആസ്ഥാന മന്ദിരം അത് ഉദ്ഘാടനം ചെയ്തതും ഈ കാലയളവിലാണ്. ആ പരിപാടിയിൽ സംബന്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഏറ്റവും ഒരു മുസ്ലിം ലീഗുകാരൻ എത്രത്തോളം സന്തോഷിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ ഒരു പരിപാടിയിൽ സംബന്ധിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇന്നും ഒരു മുസ്ലിം ലീഗുകാരനായി ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയുക. വളരെ കൃത്യതയോടുകൂടെ തന്നെ മുസ്ലിം ലീഗിന് ഒരു ആസ്ഥാന മന്ദിരം ഈ 7.5 പതിറ്റാണ്ട് കഴിഞ്ഞ് 77 വർഷം തികയുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പോലെ മുസ്ലിം ലീഗിനും ഒരു ആസ്ഥാന മന്ദിരം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഡൽഹിയുടെ മണ്ണിൽ ഉദിച്ചുയർന്നു. അതിൽ ആ ഉദ്ഘാടന വേളയിൽ ഒരു ബിന്ദുവായി പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം സമ്മാനിച്ച ഒരു ദിനം കൂടിയാണ്. ഏതായാലും ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് നീണ്ട 10 വർഷം ഇവിടെ ഭരണസിരാ കേന്ദ്രത്തിലില്ലാതെ ഭരണമില്ലാത്ത മുസ്ലിം ലീഗ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്താൻ, മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്താൻ, ഇന്ത്യ മഹാരാജ്യത്തെ വലിയ ഒരു സമൂഹം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി ഒന്ന് വളർന്ന് പന്തലിക്കാൻ ഈ നീണ്ട 10 വർഷത്തിനിടക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കൃത്യമായി തന്നെ എനിക്കത് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നു കഴിഞ്ഞ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു ദേശീയ സമ്മേളനം, ഒരു ദേശീയ പ്രതിനിധി സമ്മേളനമൊക്കെ ആഗ്രയിൽ വെച്ച് താജ്മഹലിനോട് ചേർന്ന് ആഗ്രയുടെ മണ്ണിൽ യമുനാ നദീ തീരത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. 16 സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ദേശീയ കമ്മിറ്റി മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ആ ഒരു പരിപാടി. അത് ശ്രദ്ധേയമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ വേദിയായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആ ദേശീയ പ്രതിനിധി സമ്മേളനം ഉണ്ടായി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പല രാഷ്ട്രീയക്കാരും നമ്മുടെ ഇതര രാഷ്ട്രീയക്കാരൊക്കെ ചിലപ്പോൾ പറഞ്ഞ് കളിയാക്കാറുണ്ട്, മലപ്പുറം പാർട്ടി, കേരള പാർട്ടി എന്നൊക്കെ. വളരെ കൃത്യമായി തന്നെ ഈ ദേശീയ ആസ്ഥാന മന്ദിരം
ഡൽഹിയിൽ വന്നതോടുകൂടെ തന്നെ ആ പരിപാടിയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പങ്കെടുത്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് എല്ലാ ഭാഷ സംസാരിക്കുന്നവരും എല്ലാ സംസ്ഥാനക്കാരും പങ്കെടുത്ത ഒരു പരിപാടി. മുസ്ലിം ലീഗിന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുണ്ട്, കൃത്യമായി കമ്മിറ്റികളുണ്ട്, കൃത്യമായി പ്രവർത്തകരുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വേദിയായിരുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടന വേളയിൽ നടന്ന ഒരു ചടങ്ങ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ്. അത് കഴിഞ്ഞാണ് ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളനം കൂടി നടക്കുന്നത്. കൃത്യമായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഒരു നീണ്ട 10 വർഷത്തിനിടയ്ക്ക് മുസ്ലിം ലീഗ് ഒന്നുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ കയറി ചെന്നുകൊണ്ട് കൃത്യമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്താനും പാർട്ടിയെ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെടുത്താനും ഒക്കെ മുസ്ലിം ലീഗ് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ എനിക്ക് പറയാൻ കഴിയും. കാരണം ഒരു ഭരണസിരാ കേന്ദ്രത്തിൽ ഉണ്ടെങ്കിൽ ഇത്രത്തോളം വിഭിന്നമായ പ്രവർത്തനങ്ങൾ, അതായത് ദേശീയ രാഷ്ട്രീയത്തിലും മറ്റ് പരിപാടികളിലൊക്കെ ശ്രദ്ധ ചെലുത്താൻ ഇത്രത്തോളം സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കണക്കൂട്ടുന്നത് ഒരു വ്യക്തി, ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എന്നുള്ളൊരു വ്യക്തി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീണ്ട ഭരണമില്ലാത്ത 10 വർഷം മുസ്ലിം ലീഗിന് ഏറ്റവും പാർട്ടിയെ ഉത്തേജിപ്പിക്കാനും മുസ്ലിം ലീഗ് ഒന്ന് ചടുലമായി മുന്നോട്ട് നയിക്കാനും ഈ ഒരു കാലയളവിൽ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ 140 കോടിയിൽ 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ പാർലമെൻറ്റിനകത്ത് കൃത്യമായി ശക്തിയുക്തം അവർക്കെതിരെ വരുന്ന തിരമാലകളെ തടുത്തു നിർത്താനും അവർക്ക് എതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൃത്യമായി പാർലമെൻറ്റിനകത്ത് കൃത്യമായി പ്രതിധ്വനിച്ചുകൊണ്ട് കൃത്യമായി അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു കാലയളവാണ് ഈ ഒരു കാലയളവ് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. ഏതായാലും മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി വളർന്നു പന്തലിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഈ കാലയളവിൽ കൃത്യമായി ഇതിനു മുമ്പുണ്ടായതിനേക്കാൾ കൂടുതൽ പ്രതിധ്വനിച്ച് മുന്നേറുകയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനം അല്ലെങ്കിൽ UDF സംവിധാനം കൃത്യമായി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സമരമുഖത്ത് സജ്ജമായി, യുവജന വിഭാഗമാണെങ്കിലും വിദ്യാർത്ഥി വിഭാഗമാണെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് തൊഴിലാളി വിഭാഗമാണെങ്കിലും, ഞാൻ അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കാണ്, തൊഴിലാളി വിഭാഗമായതുകൊണ്ടും കൃത്യമായി തന്നെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കാനും അതുപോലെ തന്നെ ഇവിടെ നിരന്തരമായ വിഷയങ്ങളിൽ ശബ്ദിക്കാൻ യുവജന വിഭാഗവും അതുപോലെ തന്നെ വിദ്യാർത്ഥി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി പ്രതിധ്വനിച്ചുകൊണ്ട് അവർക്ക് ഈ വിദ്യാഭ്യാസപരമായുള്ള മേഖലകളിലൊക്കെ കൃത്യമായി പ്രതിധ്വനിക്കുന്ന വിദ്യാർത്ഥി സമൂഹവും വളരെ ഊർജ്ജസ്വലമായി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് കൃത്യമായി തന്നെ കേരളത്തിൽ അതിൻ്റെ ശക്തമായി നിലകൊള്ളുന്ന ഒരു കാലയളവിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കലും നിയമസഭാ മന്ദിരത്തിന് മുന്നിലും കൃത്യമായും തന്നെ സമരമുഖത്ത് തീപ്പന്തമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അവിടെ കൃത്യമായി തന്നെ ദിനേനയായി അവിടെ സ്വന്തം തൊഴിലാളി യൂണിയൻ STUവിൻ്റെ പല വിഭാഗങ്ങളിൽ കൃത്യമായി പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പല ട്രേഡ് യൂണിയൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ വിഭാഗവും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലും അതുപോലെ തന്നെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലും സമര കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവജന വിഭാഗവും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിഭാഗങ്ങളും ഒക്കെ കൃത്യമായി തന്നെ സമരമുഖത്ത് സജീവമാണ്. ഏറ്റവും ശ്രദ്ധേയമായ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും ശ്രദ്ധേയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, കൃത്യമായി എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി മുന്നേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ പോഷകഘടകങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് കൃത്യമായി ഈ കാലയളവിൽ എടുത്തു പറയാവുന്ന ഒരു വിഷയമാണ്. പിന്നെ അതോടൊപ്പം തന്നെ വാർഡ് തലങ്ങൾ തൊട്ട് ദേശീയ തലം വരെ
പാർട്ടിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ ഒരു കാലയളവാണ് ഈ നീണ്ട 10 വർഷത്തോളം എടുക്കുന്ന ഈ ഒരു കാലയളവ്. അപ്പോൾ എന്തുകൊണ്ടും അടിവരയിട്ട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ഒരു കാലയളവ് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു കാലയളവായി മാറിയിട്ടുണ്ട്. സുസജ്ജമായി വളരെ കൃത്യമായി തന്നെ ചിട്ടവട്ടത്തോടുകൂടി ഒരുപാട് തലം തൊട്ട് ദേശീയ തലം വരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കൃത്യമായി ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം യൂത്ത് ലീഗിനെയും അതുപോലെ തന്നെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU-വിനെയും മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ MSF-നെയും ഒക്കെ കൃത്യമായി ഈ ജനമധ്യത്തിലേക്ക് തുറന്നു കാട്ടാൻ കൃത്യമായി ലഭിച്ച അവസരങ്ങൾ വിനിയോഗിക്കാൻ ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക വിഭാഗമായ KMCC-യുടെ പ്രവർത്തനം നിസ്സീമമാണ്. കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഈ കാലയളവിൽ ആ ഒരു സംഘടനക്കും അതോടൊപ്പം ഒത്തുനിന്നുകൊണ്ട് മറ്റ് പ്രവാസി ലീഗിനും എന്ന് വേണ്ട എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പോഷക ഘടകങ്ങൾക്ക് കൃത്യമായി സമയം ലഭിച്ച ഒരു കാലയളവായി ഇത് കണക്കാക്കുകയാണ്. ഏതായാലും വരാൻ പോകുന്ന ഇത് കഴിഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ, നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകൾക്കും മറ്റും നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ വലിയ മുന്നേറ്റം നടത്തി UDF സംവിധാനം കെട്ടുറപ്പോടുകൂടി ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ അടുത്തായി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി UDF സംവിധാനം ഒറ്റക്കെട്ടായി തന്നെ എല്ലാ മേഖലയും പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ വൻ മുന്നേറ്റം നടത്തി UDF സംവിധാനത്തിൽ UDF തിരിച്ചു വരും. അതിനുള്ള എല്ലാ കരുക്കളും നീക്കി അതിനുള്ള ഒരു കാലഘട്ടത്തിലൂടെ അതിനുള്ള ഒരു സമയം ജനങ്ങൾ പൊറുതുമുട്ടിയ ഒരു കാലത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്, ഈ ഭരണം കൊണ്ട് പൊറുതുമുട്ടിയ ഒരു കാലത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഭരണമില്ലാത്ത 10 വർഷം എന്നുള്ള നിലക്ക്, ഒരു STU-വിൻ്റെ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും കൃത്യമായി ഒരു വിലയിരുത്തലാണ്, ചെറിയതായി എനിക്കനുഭവമുള്ള വിലയിരുത്തലാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഏതായാലും ഇതിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടാവാം, എങ്കിൽ കൂടി വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്ന 3 പതിറ്റാണ്ടോളമായി മുസ്ലിം ലീഗിൻ്റെ കൃത്യമായി സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിൻ്റെ നീണ്ട 10 വർഷം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ മേഖലയിലും മുസ്ലിം ലീഗിനെ ഫണ്ട്, അതുപോലെ തന്നെ ഹദിയ എന്നുള്ള ഫണ്ട് സ്വരൂപിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ഏതായാലും ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഈ പ്രസ്ഥാനത്തെ പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഒരു കാര്യസമിതി ചെയർമാൻ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലക്കൊക്കെ ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായി എല്ലാവരുടെയും ഒരുപാട് സന്തോഷത്തോടെ പുഞ്ചിരിയോ സമ്മാനിച്ചുകൊണ്ട് നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന പ്രിയപ്പെട്ട പാണക്കാടിൻ്റെ പൂമുത്ത്, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും പ്രതാപകാലത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേതൃത്വമാണ് ഇന്ന് മുസ്ലിം ലീഗിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അടക്കമുള്ള പ്രവർത്തകർക്ക് ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് നമുക്കൊക്കെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഒരു നിലക്കല്ല സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒരു സാധാ പ്രവർത്തകരൊക്കെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ട് മുറ്റത്തെത്തുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ നേരിട്ട് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അതൊക്കെ കൃത്യമായി ഒരു വേറിട്ട രീതിയിൽ ചിരിച്ച് തോളിൽ കൈവച്ചുകൊണ്ടുള്ള സാധാരണ രീതിയിൽ ഒരു സാധാരണ പ്രവർത്തകനെ പോലുള്ള പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ ഈ പ്രവർത്തനം. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ കൃത്യമായി തന്നെ മുനീർ മില്ലത്ത് ഖാദർ മൊയ്തീൻ സാഹിബ് പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ട്രഷററായി പ്രിയപ്പെട്ട വഹാബ് സാഹിബും അതുപോലെ തന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ET മുഹമ്മദ് ബഷീർ സാഹിബും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായ പ്രിയപ്പെട്ട സീനിയർ വൈസ് പ്രസിഡന്റായ പ്രിയപ്പെട്ട സമദാനി സാഹിബും അതുപോലെ തന്നെ ദേശീയ കമ്മിറ്റിയൊക്കെ ഇപ്പോൾ ഉയർന്നു വന്ന് വളരെ ചിട്ടയായ പ്രവർത്തനം കേരളത്തിൽ നിന്നുള്ള KPA മജീദ് സാഹിബ് അതുപോലെ തന്നെ സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളടക്കമുള്ളവർ ദേശീയ കമ്മിറ്റിയിൽ ഇടം നേടിയ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായി തന്നെ മുസ്ലിം ലീഗ് അതുപോലെ തന്നെ പോഷക ഘടകങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി സാഹിബിൻ്റെയൊക്കെ ആ ഒരു കൃത്യമായി തന്നെ മുസ്ലിം യൂത്ത് ലീഗിലേക്കുള്ള കടന്നുവരവും കൃത്യമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ MSF-ൻ്റെയും STU-ൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം നീണ്ട അര നൂറ്റാണ്ടിൻ്റെ
പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവാണ് പ്രിയപ്പെട്ട STUവിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം അടക്കമുള്ളവരൊക്കെ ശക്തമായി നിൽക്കുന്ന ഏറ്റവും സുപ്രധാന പ്രതാപകാലത്തിലൂടെ കടന്നു പോകുന്ന മുസ്ലിം ലീഗിലാണ് ഞാനും അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ആത്മാർത്ഥമായ ഒരു അഭിമാനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ മുസ്ലിം ലീഗിൻ്റെ നീണ്ട 10 വർഷത്തെ ഒരു ചെറിയൊരു വിലയിരുത്തൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. തെറ്റുകൾ ഉണ്ടാവാം, അത് നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാം ഒത്തൊരുമയോടുകൂടി ഒറ്റ കെട്ടായി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ വളരെ കൃത്യമായി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒരു ചുണ്ടുപലകയായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് കൃത്യമായി തന്നെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ. അതിൽ കൃത്യമായി തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് STUവിൻ്റെ എളിയ സംഘാടകൻ എന്നുള്ള നിലക്ക് മാത്രമാണ് ഞാൻ ഇവിടെ എൻ്റെ അഭിപ്രായം ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മുസ്ലിം ലീഗിനെ നീണ്ട ഈ ഒരു 10 വർഷക്കാലം മുസ്ലിം ലീഗിനെ കൃത്യമായി മുന്നേറാൻ കഴിഞ്ഞ മുസ്ലിം ലീഗിനെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ടോട് നേടി കൃത്യമായി മുന്നേറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായി ഞാൻ ഈ ഒരു കാലഘട്ടത്തെ വിലയിരുത്തുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചർച്ച ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത് കൃത്യമായും എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ പോയിന്റും ഞാൻ എത്തി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഈ ഒരു ഉഗ്രപ്രതാപത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. വരിക്കുവോളം ഈ പ്രസ്ഥാനത്തിൽ അണിനിരന്നുകൊണ്ട് ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി സമയത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. മഅസ്സലാമ.